Hi students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ് മെയിൻലി പ്രോബ്ലത്തിൽ പഠിച്ചത് ഇല്ലേ? അപ്പൊ ഇന്നിപ്പോ ഞാൻ അതിന്റെ സെക്കൻഡ് സെക്ഷൻ എടുക്കുകയാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സോഴ്സ് ട്രാൻസ്ഫർമേഷൻ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. സോഴ്സ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, രണ്ട് ടൈപ്പ് സോഴ്സ് ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത് അല്ലേ? വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് വന്നാൽ അതിനെ എങ്ങനെ കറണ്ട് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നും കറണ്ട് സോഴ്സ് വന്നാൽ എങ്ങനെ തിരിച്ച് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് സോഴ്സ് ട്രാൻസ്ഫർമേഷൻ. നമ്മൾ ഈ സോഴ്സ് ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സിനെ കുറച്ചും കൂടെ സിംപ്ലർ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ അനാലിസിസുകൾ ചെയ്ത് ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഈ സോഴ്സ് ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് പറഞ്ഞേക്കുന്ന എന്താണ് സോഴ്സ് ട്രാൻസ്ഫർമേഷൻ എന്നാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ സർക്യൂട്ട് ക്യാൻ ബി സിംപ്ലിഫൈഡ് ഓർ മോഡിഫൈഡ് വിച്ച് മേക്സ് അവർ സർക്യൂട്ട് മോർ ഈസി ടു സോൾവ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സർക്യൂട്ടിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോഴ്സ് ട്രാൻസ്ഫർമേഷൻ. അതിനകത്ത് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഒരു വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആക്കുക, അതുപോലെ തന്നെ ഒരു കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ആക്കുക. ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സോഴ്സ് ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് ഇൻറ്റു കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ വോൾട്ടേജ് സോഴ്സ് സർക്യൂട്ട് എങ്ങനെ വരണം എന്ന് ചോദിച്ചാൽ, ഒരു വോൾട്ടേജ് സോഴ്സ് VS ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് R. ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് R വന്നാൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റാന്ന് വെച്ചാൽ ഒരു കറണ്ട് സോഴ്സ് IS ഇൻ പാരലൽ വിത്ത് ദ സെയിം റെസിസ്റ്റൻസ്. ഇവിടെ ഏത് റെസിസ്റ്റൻസ് ആണോ വന്നിരിക്കുന്നത് ആ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും ആ കറണ്ട് സോഴ്സിന് പാരലൽ. പക്ഷെ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം I is equal to V by R ആണ്. അപ്പൊ ഇതില് VS by R ആയിരിക്കും ഈ കറണ്ട് സോഴ്സ് IS ന്റെ വാല്യൂ. IS will be equal to VS by R. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ദി സെയിം റെസിസ്റ്റൻസ്. ദാറ്റ് കറണ്ട് സോഴ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ R. ഇതാണ് ഫസ്റ്റ് വോൾട്ടേജ് ടു കറണ്ട് ട്രാൻസ്ഫർമേഷൻ. മനസ്സിലായോ? ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കുറച്ച് വാല്യൂസ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ VS പകരം ഇവിടെ ഒരു 50 വോൾട്ട് ഇട്ടു, റെസിസ്റ്റൻസ് R. അപ്പൊ ഈ 50 വോൾട്ട് ഇൻ പാരലൽ വിത്ത് 5 ഓം റെസിസ്റ്റൻസ് നമുക്ക് എന്താക്കണം, ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് അതേ 5 ഓം റെസിസ്റ്റൻസ് ആക്കണം. ആ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എന്ത് വരും എന്ന് പറഞ്ഞു, ഈ 50 VS ഡിവൈഡഡ് ബൈ R ആയിരിക്കും. 50 ഡിവൈഡഡ് ബൈ 5, അതാണ് 10 ആംപിയർ കിട്ടിയേക്കുന്നത്. അതായിരിക്കും ഇവിടെ ഉള്ള കറണ്ട് സോഴ്സ്. ഈ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ ആരോ മാർക്ക് ഇട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കറണ്ട് സോഴ്സ് വരയ്ക്കുമ്പോൾ ഒന്നീ ആരോ മാർക്ക് മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഈ ആരോ മാർക്ക് താഴോട്ടായിരിക്കും. ആ മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിന്റെ പൊളാരിറ്റിയാണ്. ഈ വോൾട്ടേജ് സോഴ്സിൽ ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ കറണ്ട് സോഴ്സ് മുകളിലോട്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഇത് തിരിച്ച് നെഗറ്റീവ് പോസിറ്റീവാ വരുന്നെങ്കിൽ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. കേട്ടോ? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് VS ഡിവൈഡഡ് ബൈ R. 50 ഡിവൈഡഡ് ബൈ 5 10 ആംപിയർ എന്ന് കിട്ടും. ഇൻ പാരലൽ വിത്ത് ഏതാ, ആ സെയിം 5 ഓം റെസിസ്റ്റൻസ്. കണ്ടോ? ഇങ്ങനെയാണ് വോൾട്ടേജ് ടു കറണ്ട് സോഴ്സ് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ആക്കാം. നേരത്തെ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ കറണ്ട് സോഴ്സ് എങ്ങനെ ആയിരിക്കണം, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് ആക്കി മാറ്റുന്നത്. അപ്പൊ കറണ്ട് സോഴ്സ് IS ആണ്, 6 റെസിസ്റ്റൻസ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും, VS is equal to, ഓംസിൽ വെച്ചിട്ട് V is equal to I into R അല്ലേ? അപ്പൊ VS is equal to ഈ IS into R ആയിരിക്കും അതിന്റെ വാല്യൂ. ഇതിന്റെ വാല്യൂ. റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും, പക്ഷേ ഇവിടെ പാരലി കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് ഇപ്പുറം വരുമ്പോൾ അത് സീരീസ് ആയിട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. നേരത്തെ വരച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വരച്ചേക്കുന്നേ ഉള്ളൂ. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പൊ ഒരു 1 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്, അതിന് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് 3 ഓം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം, ഒരു വോൾട്ടേജ് സോഴ്സ് VS ഇൻ സീരീസ് വിത്ത് അതേ 3 ഓം അല്ലേ? ആ VSന്റെ വാല്യൂ എന്തായിരിക്കും, I into R, അതായത് 1 ആംപിയർ ഇൻറ്റു 3 ഓം, 3 വോൾട്ട് ആയിരിക്കും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ ഇത് ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. ഇതാണ് സോഴ്സ് ട്രാൻസ്ഫർമേഷനിലെ മെയിൻ 2 പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ചെറിയ ചെറിയ പ്രോസസ്സുകളുണ്ട്.
ഇത് അത് തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് വേർ ദ വാല്യൂ ഓഫ് കറണ്ട് സോഴ്സ് വിൽ ബി ഈക്വൽ ടു V/R. ഇനി ഇതിൽ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൊളാരിറ്റി മാറുന്നതിനനുസരിച്ച് ഈ കറണ്ട് സോഴ്സിന്റെ ഡിറക്ഷൻ മാറിയിരിക്കുന്ന കാണിച്ചേക്കുന്നതാണ്. നോക്കിക്കേ, പ്ലസ് മൈനസ് ആകുമ്പോഴത്തേക്കും പ്ലസ് ആദ്യവും മൈനസ് രണ്ടാമതും വരുന്ന പൊളാരിറ്റിയാണ് V എങ്കിൽ നമ്മൾ ഐയുടെ ആരോ മാർക്ക് മുകളിലോട്ട് വരയ്ക്കും. ഇനി മൈനസ് പ്ലസ് ആണ് വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി വരുന്നതെങ്കിൽ നമ്മൾ കറണ്ട് സോഴ്സിന്റെ ഡിറക്ഷൻ താഴോട്ട് വരയ്ക്കും. അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് രണ്ട് വോൾട്ടേജ് സോഴ്സ് സീരീസ് ആയിട്ട് വരുന്ന കേസാണ്. നോക്കിക്കേ, രണ്ട് വോൾട്ടേജ് സോഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. V1 V2 കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ അതിന്റെ പൊളാരിറ്റി നോക്കിക്കേ, പ്ലസ് മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സിനെ ആഡ് ചെയ്ത് എഴുതാം, V1 പ്ലസ് V2. കണ്ടോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിച്ചേക്കാണ്. നോക്കിക്കേ, പ്ലസ് മൈനസ് ഈ കിടക്കുമ്പോഴത്തേക്കും 10ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒറ്റ വോൾട്ടേജ് സോഴ്സ് ആക്കാം, 15. ഓക്കെ, നമ്മൾ ബാറ്ററി വരയ്ക്കുമ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നത്? വലിയ ബാറ്ററികളാണെങ്കിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് കുറെ സോഴ്സ് സീരീസ് ആയിട്ട് ഇങ്ങനെ വെക്കത്തില്ലേ? ഇതിന്റെ അടുത്തടുത്ത് വെച്ച് വരയ്ക്കത്തില്ലേ? അതിന്റെ ഓർത്താ മതി. ഇനി നേരെ തിരിച്ചാണ് സോഴ്സിന്റെ വരുന്നതെങ്കിൽ ഒന്ന് പ്ലസ് മൈനസും അടുത്തത് മൈനസ് പ്ലസും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 10 - 5 എഴുതിയിട്ട് കൂടിയ വോൾട്ടേജ് ഏതാണോ അതിന്റെ പൊളാരിറ്റി ആൻസറിന് കൊടുക്കണം. നോക്കിക്കേ, 10ഉം 5ഉം 10 പ്ലസ് മൈനസ് ആയിട്ട് നിൽക്കുന്നു, 5 മൈനസ് പ്ലസ് ആയിട്ട് നിൽക്കുന്നു. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് കൂടിയതിന്റെ പൊളാരിറ്റി ആൻസറിന് കൊടുക്കും. 10 ആണ് ഇവിടെ കൂടുതലായിട്ടിരിക്കുന്നത്, അത് പ്ലസ് മൈനസ് ആണ്. സോ ആൻസറിൽ നമ്മൾ പ്ലസ് മൈനസ് കൊടുക്കും. അപ്പൊ ഇതാണ് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ് എന്ന് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യും, പ്ലസ് മൈനസ് പ്ലസ് എന്ന് വന്നാൽ മൈനസ് ചെയ്തിട്ട് കൂടിയ വോൾട്ടേജിന്റെ പൊളാരിറ്റി ഏതാണോ അത് ആൻസറിന് കൊടുക്കും. ഇതാണ് അനദർ സോഴ്സ് ട്രാൻസ്ഫർമേഷൻ. ഇനി അടുത്തെന്ന് വെച്ചാൽ രണ്ട് കറണ്ട് സോഴ്സ് വരുന്നു. രണ്ട് കറണ്ട് സോഴ്സ് സീരീസ് ആയിട്ടല്ല വരേണ്ടത്, രണ്ട് കറണ്ട് സോഴ്സ് പാരലൽ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യാം? രണ്ട് കറണ്ട് സോഴ്സിന്റെയും ഡിറക്ഷൻ സെയിം ആണെങ്കിൽ, രണ്ട് മുകളിലോട്ടാണ് ആരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്, I1ഉം I2ഉം. ആ മുകളിലോട്ട് ആരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ കറണ്ട് സോഴ്സ് ആക്കാം വിത്ത് വാല്യൂ I1 പ്ലസ് I2. ഇനി ഒരെണ്ണം ഇതിപ്പോ ദാണ്ടെ കാണിച്ചിരിക്കുകയാണ്. രണ്ടെണ്ണം മുകളിലോട്ട് വരുന്ന കേസാ ഫസ്റ്റ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. 4 ആംപിയറും 5 ആംപിയറും കൂട്ടി നമുക്ക് 9 ആംപിയർ എന്ന് എഴുതാം, മുകളിലോട്ട് ഡിറക്ഷൻ. ഇനി അടുത്ത കേസാണ് ഒന്ന് മുകളിലോട്ടുള്ള ഡിറക്ഷനും ഒന്ന് താഴോട്ടുള്ള ഡിറക്ഷനുമാണ്. ഒന്ന് 10 ആംപിയർ 6 ആംപിയർ. അങ്ങനെ ഡിഫറെന്റ് ഡിറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മൈനസ് ചെയ്തിട്ട് കൂടിയ ആംപിയർ ഉള്ളതിന്റെ പൊളാരിറ്റി ആൻസറിന് കൊടുക്കും. ഇപ്പൊ 10 ആംപിയർ 6 ആംപിയർ മൈനസ് ചെയ്യുമ്പോൾ 4 ആംപിയർ കിട്ടും. കൂടിയ പൊളാരിറ്റി ഇതാ മുകളിലോട്ടുള്ള ഡിറക്ഷൻ ആണ്. സോ മുകളിലോട്ടുള്ള ഡിറക്ഷൻ ഇട്ടിട്ട് 4 ആംപിയർ. ഇത് ഇത്രയുമാണ് സോഴ്സ് ട്രാൻസ്ഫർമേഷന്റെ അകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളികൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത്? ഒന്നുകൂടെ ഒന്ന് പറയാം. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിനെ നമുക്ക് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കാം. അതേപോലെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കാം. പിന്നെ രണ്ട് വോൾട്ടേജ് സോഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ രണ്ട് കറണ്ട് സോഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാലും രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കാം, പ്രൊവൈഡഡ് അതിന്റെ പൊളാരിറ്റി ഒന്ന് ശ്രദ്ധിച്ചോണം. പൊളാരിറ്റി തിരിഞ്ഞു വന്നാൽ അത് ആഡിഷൻ എന്തായിട്ട് മാറും? സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഴ്സ് ട്രാൻസ്ഫർമേഷനിലുള്ളത്. ഇനി നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്. പിന്നെ ഇതിനകത്ത് ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇഫ് എ വോൾട്ടേജ് സോഴ്സ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. നോക്കിക്കേ, ഒരു വോൾട്ടേജ് സോഴ്സിനെ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇടയ്ക്കില്ല, ഒരു പാരലൽ റെസിസ്റ്റൻസ് മാത്രമായിട്ട് കണക്ട് ചെയ്താൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഇല്ലാത്ത എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിന് നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാത്രം മാറ്റാം. അതേപോലെ തന്നെ ഒരു കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താലും എന്താണ്? പ്രൊവൈഡഡ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ കറണ്ട് സോഴ്സ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ എന്താണ് കൺസെപ്റ്റ്? വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ സിംഗിൾ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗ്ലിജിബിൾ ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അങ്ങ് കളയാൻ പറ്റും. അത് വരുന്നതെന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ ഇമ്പിഡൻസുമായിട്ട് ഇത് പാരലൽ വരും. ഇന്റേണൽ ഇമ്പിഡൻസ് വളരെ കുറവാണ്. അത് വെച്ച് പാരലൽ കോമ്പിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് തീരെ കുറവായി പോവും. അങ്ങനെയാണ് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെയാണ് എന്താണ് ഈ കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിന് നമുക്ക് ആ കറണ്ട് സോഴ്സ് മാത്രമായിട്ടും
വരയ്ക്കാൻ പറ്റും. ഇതൊക്കെ പൊടിക്കൈകളാണ്. നമുക്കിത് അവിടെ എവിടെയൊക്കെ സർക്യൂട്ടിന്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്താൽ ഒരു റെസിസ്റ്റൻസ് വെറുതെ കിടക്കുന്നതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാത്രം വരയ്ക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളാണ് ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇതിൽ ചോദിച്ചേക്കുന്നത്, ഇതിൽ ക്വസ്റ്റ്യൻ വരാവുന്നതെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈ തന്നിരിക്കുന്ന വലിയ നെറ്റ്വർക്കിനെ ഒരു സിംഗിൾ സോഴ്സും ഒരൊറ്റ റെസിസ്റ്റൻസും ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിനകത്ത് നമ്മുടെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓടി വരേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിനെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ആക്കാൻ പറ്റും, റെസിസ്റ്റൻസ് ആക്കാൻ പറ്റും. അതേപോലെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ നോക്കിക്കേ, ഇവിടെ ഒരു 10 ആംപിയറും 6 ഓമും ഉണ്ട്. ഇത് നോക്കി, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. നോക്കിക്കേ, ഈ ഒരു 10 ആംപിയറിനെ 6 ഓം പാരലൽ കിടക്കുന്നതിനെ ഞാൻ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കുകയാണ്. അപ്പൊ എന്ത് മാറ്റം വരും? വോൾട്ടേജിന്റെ വാല്യൂ എന്താ? വി ഇസ് ഈക്വൽ ടു IR. അപ്പൊ ഈ 10 ഇൻറ്റു 6 വോൾട്ടേജിന്റെ വാല്യൂ 60 വോൾട്ട് വരും. എന്നിട്ട് ഈ റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ എന്തായിട്ട് മാറും? അതിന് സീരീസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് മാറും, ഇല്ലേ? അപ്പൊ നോക്കിക്കേ എങ്ങനെയാന്നുള്ളത്. ഇതിനെ രണ്ടിനെ മാറ്റുകയാണ്. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്താ? 10 ഇൻറ്റു 6 60 വരും. അതിന് സീരീസ് ആയിട്ട് ഈ കിടക്കുന്ന 6 ഓം റെസിസ്റ്റൻസ് ഇവിടെ വരും. പിന്നെ 6 ഓം റെസിസ്റ്റൻസ് ഇവിടെ വരും. ഇനി ഈ 20 ഓമിന് പാരലൽ ആയിട്ടൊരു റെസിസ്റ്റൻസ്, നമ്മൾ ഒരു പൊടിക്കൈ പഠിച്ചില്ലേ? എന്താണ്? 20 ഓം ഒരു വോൾട്ടേജ് സോഴ്സിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നാൽ അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല, അതിനെ നെഗ്ലക്ട് ചെയ്യാം. ആ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ 20 വോൾട്ട് പാരലൽ വിത്ത് 5 ആകുമ്പോൾ ഈ 5നെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് 20 മാത്രമായിട്ട് എഴുതാം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, 20 മാത്രം. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോക്കിക്കേ, 2 വോൾട്ടേജ് സോഴ്സ് സീരീസ് കണക്ഷൻ അല്ലേ? ആണോ? 2 വോൾട്ടേജ് സോഴ്സ് സീരീസ് കണക്ഷൻ, പ്ലസ് മൈനസ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്തൂടെ? അപ്പം 60 + 20 എന്തായിട്ട് എഴുതാം? 80 വോൾട്ട് ആയിട്ട് എഴുതാം. ഈ 6 ഓം അതേപോലെ എടുത്തെഴുതാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായി? ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരൊറ്റ സോഴ്സ് ഇൻ സീരീസ് വിത്ത് ഒരൊറ്റ റെസിസ്റ്റൻസ് ആയി മാറി. ഇതുവരെ ഉള്ള ആൻസർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കറണ്ട് സോഴ്സ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. എങ്ങനെയാ? 80യും സീരീസ് വിത്ത് 6 ആണ്. അതിന് 80 അതിന് കറണ്ട് സോഴ്സ് ആക്കുമ്പോൾ എന്ത് വരും? I is equal to V/R. അതായത് 80 ഡിവൈഡഡ് ബൈ 6 13.33 ആംപിയർ കിട്ടും. ഇനി ഇവിടെ പ്ലസ് മൈനസ് ആയതുകൊണ്ട് ആരോ മാർക്ക് മുകളിലോട്ട് ഇടും. ഇതിനെ എന്ത് ചെയ്യണം? 6 ഓമിന് സീരീസ് കണക്ഷൻ ആണ്, അതിനെ എന്താക്കി വരയ്ക്കണം? പാരലൽ കണക്ഷൻ ആക്കി വരയ്ക്കണം. ഇത്രയേ ഉള്ളൂ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിക്കാറുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതും എന്താണ്? ഒരൊറ്റ സോഴ്സും ഒരു റെസിസ്റ്റൻസും ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഒരു കറണ്ട് സോഴ്സ് കാണിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. കണ്ടോ? 4 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 2 ഓം, 6 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 3 ഓം, 3 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 1 ഓം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓരോ ബ്രാഞ്ചും, അതായത് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് വന്നിരിക്കുന്ന ബ്രാഞ്ചിനെ എല്ലാം കൺവേർട്ട് ചെയ്ത് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ പോവാണ്. അതായത് ഈ 3 4ഉം 2ഉം 3ഉം 1ഉം 6ഉം 3ഉം ഇതിനെ എല്ലാത്തിനെ ഞാൻ കറണ്ട് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് വരും? കറണ്ട് സോഴ്സിന്റെ വാല്യൂ എന്ത് വരും? ഈ 4ഉം 2ഉം നോക്കുകയാണെങ്കിൽ കറണ്ട് സോഴ്സിന്റെ വാല്യൂ 4/2 2 ആംപിയർ വരും. ഈ 2 ഓം അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം, ഇല്ലേ? ഇതിനകത്താണെങ്കിൽ 6/3 എന്താണ്? 6/3 2 ആംപിയർ വരും കറണ്ട് സോഴ്സിന്റെ വാല്യൂ, പാരലൽ വിത്ത് 3 ഓം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് മൈനസ് പ്ലസ് ആണ് പൊളാരിറ്റി കിടക്കുന്നത്. സോ കറണ്ട് സോഴ്സിന്റെ ഡിറക്ഷൻ വരയ്ക്കുമ്പോൾ താഴോട്ട് വരയ്ക്കണം. ഓക്കെ, ഇതാണെങ്കിലോ കുഴപ്പമില്ല. 3 വോൾട്ടും 1 ഓമും ഡിവൈഡ് ചെയ്യുമ്പോൾ 3/1 3 ആംപിയർ കറണ്ട് സോഴ്സ് കിട്ടും. 1 ഓമിനെ പാരലൽ ആയിട്ട് വരയ്ക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ വരച്ചിരിക്കുന്നുണ്ടോ? 2 ഓം 2 ആംപിയർ, 1 ഓം 3 ആംപിയർ. ഇത് കണ്ടോ? 2 ഓം പൊളാരിറ്റി തിരിഞ്ഞിരുന്നോണ്ടാണ് 2 ആംപിയർ താഴോട്ട് വരച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് എല്ലാം പാരലലി ആണ് കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ? കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നതാ. 1 ആംപിയർ പാരലൽ വിത്ത് 2 ഓം. ഇനി നമ്മൾ ഈ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് സോഴ്സ് പാരലലി കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആരോ മാർക്ക് എല്ലാം മുകളിലോട്ടാണെങ്കിൽ ആഡ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 ആംപിയറും 2 ആംപിയറും പാരലൽ കണക്ഷൻ ആണ്, ഇല്ലേ? അതിന്റെ രണ്ടറ്റവും മുട്ടിയിട്ടുണ്ട്, ആണോ?
അപ്പൊ പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആകുമ്പോഴത്തേക്കും 1 ആംപിയറും 2 ആംപിയറും ആഡ് ചെയ്ത് നമുക്ക് 3 ആംപിയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ അല്ലേ, 2 ഓം 2 ഓം. അപ്പൊ ഇത് 2 പാരലൽ 2 into 2 by 2 plus 2 1 ഓം എന്ന് എഴുതാം. അതേപോലെ ഈ താഴത്തെ ഇത്രയും നോക്കിക്കേ, താഴത്തെ ബ്രാഞ്ച് നോക്കുമ്പോഴും കറണ്ട് സോഴ്സ് പാരലൽ ഏതൊക്കെയാ, 2 ആംപിയറും 3 ആംപിയറും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നിന്റെ ഡിറക്ഷൻ താഴോട്ടും ഒന്നിന്റെ ഡിറക്ഷൻ മുകളിലോട്ടും ആണ്. അപ്പൊ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് കൂടിയ ആംപിയർ ഏതാണോ അതിന്റെ പൊളാരിറ്റി കൊടുക്കണം. അപ്പൊ ഇവിടെ ഈ 3 ആംപിയറും ഉണ്ട് 2 ആംപിയറും ഉണ്ട്. അപ്പൊ 3 minus 2 1 ആംപിയർ വരും. ഡയറക്ഷൻ ഏത് വരും, ഈ 3 ആംപിയറിന്റെ ഡയറക്ഷൻ വരും, മുകളിലോട്ടുള്ള ഡയറക്ഷൻ. പിന്നെ എന്താണ്, ഈ 3 ആംപിയറും 3 ഓമും 1 ഓമും എന്താണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ 3 into 1 by 3 plus 1 ഇതിനും ചെയ്യാം. അത്രയും ചെയ്തിട്ടുള്ളതാണ് ഈ വരച്ചേക്കുന്നത്. 3 ആംപിയർ 2 പാരലൽ ടു 1 ഓം, പിന്നെ 1 ആംപിയർ മുകളിലോട്ട് ഡിറക്ഷൻ വന്നത്. നേരത്തെ 3 ആംപിയർ മുകളിലോട്ടായിരുന്നു ഇരുന്നത്, അതാണ് കൂടിയത്, അതുകൊണ്ടാണ് ഇതിന് മുകളിലോട്ടുള്ള ഡിറക്ഷൻ വന്നത്. ഇനി ഇതെന്ന് പറയുന്നത് 3 പാരലൽ 1 ചെയ്യുമ്പോൾ 0.75 ഓം. അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സോഴ്സേ പാടുള്ളൂ. ഇതിലിപ്പോ 2 സോഴ്സ് കിടപ്പുണ്ട്. ഏതൊക്കെയാ, 3 ആംപിയറും 1 ആംപിയറും. ഇതിനെ ഇനി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ്, ഈ 3 ആംപിയർ ഇൻ പാരലൽ വിത്ത് 1 ഓമിനെയും വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കണം. അതേപോലെ 1 ആംപിയർ ഇൻ പാരലൽ വിത്ത് 0.7 ഓമിനെയും വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റണം. അപ്പൊ ഇതിനെ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് ആക്കുമ്പോൾ എങ്ങനെയാണ്, V is equal to I into R അല്ലേ. അപ്പൊ ഇത് 3 ആംപിയർ ഇൻറ്റു 1 3 വോൾട്ട് വരും. റെസിസ്റ്റൻസ് സെയിം തന്നെ 1 ആംപിയർ, പക്ഷെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോഴോ 1 ആംപിയർ ഇൻറ്റു 0.75 ഓം. അപ്പൊ 0.75 വോൾട്ട് കിട്ടും. 0.75 വോൾട്ട് കിട്ടുമ്പോഴത്തേക്കും അതിനകത്ത് സീരീസ് ആയിട്ട് 0.75 ഓം കണക്ട് ചെയ്യണം. നോക്കിക്കേ, 3 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 1 ഓം, 0.75 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 0.75 ഓം. അപ്പൊ ഇതിനകത്ത് ഇനി വോൾട്ടേജ് സോഴ്സ് രണ്ടെണ്ണം സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ ആഡ് ചെയ്ത് 3.75 എന്ന് എഴുതാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസും സീരീസ് കണക്ഷൻ ആണ്. ആഡ് ചെയ്തൂടെ 1.75 ഓം എന്ന് എഴുതാം. അപ്പോ നമുക്ക് എന്ത് കിട്ടും, 3. എഴുതിയിട്ടില്ല, ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. 3.75 വോൾട്ട് ഇൻ സീരീസ് വിത്ത് എങ്ങനെ ആയിരിക്കും, 1.75 ഓം. അങ്ങനെ ആയിരിക്കും ലാസ്റ്റ് ആൻസർ വരുന്നത്. ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ഒരൊറ്റ റെസിസ്റ്റൻസ്. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 3.75 ഓം, റെസിസ്റ്റൻസിന്റെ വാല്യൂ 1.75 ഓം. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് തന്നെ, സെയിം ടൈപ്പ് തന്നെയാണ്. ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി, ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു 3 ആംപിയർ ഉണ്ട്, ഒരു 30 ഓം, ഒരു 50 ഓം ഉണ്ട്, പിന്നെ ഒരു 5 വോൾട്ട് 20 വോൾട്ട് സീരീസ് ആയിട്ട് 5 ഓമും 20 വോൾട്ടും ഉണ്ട്, പിന്നെ ഒരു 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തോ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കണം. ഈ റെസിസ്റ്റൻസ് നമുക്കിപ്പം ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് കൂടെ വന്നാൽ നമുക്കത് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ എന്തോന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ 20 വോൾട്ടിനെയും 5 ഓമിനെയും നമ്മൾ എന്താക്കി മാറ്റണം, ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റണം. അപ്പൊ വാല്യൂ എന്ത് വരും, 20യും 5 ആണ്. അപ്പൊ 20/5 എത്ര കിട്ടും, 4. അപ്പൊ 4 ആംപിയർ വോൾട്ടേജ് കറണ്ട് സോഴ്സ് ആയിരിക്കും പാരലൽ വിത്ത് ദ സെയിം 5 ഓം റെസിസ്റ്റൻസ്. നോക്കിക്കേ, നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ബ്രാഞ്ച് ആണ്. ഇതിനെ നമ്മൾ ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കറണ്ട് സോഴ്സിന്റെ വാല്യൂ. പിന്നെ ഞാൻ എന്താ വരയ്ക്കുന്നതെന്ന് നോക്കിയാൽ, ഇതിനിങ്ങനെ ചരിച്ച് വരച്ചേക്കുന്നതിന് പകരം ഇതിന്റെ കണക്ഷൻ എന്തായാലും ഈ മുകളിലത്തെ വരയിലും താഴത്തെ വരയിലുമാണ്. ഇതിന്റെ ചരിച്ച് വരച്ചേക്കുന്നതിന് വരെ ഞാൻ നേരെ അങ്ങ് വരയ്ക്കുകയാണ്, കുറച്ചും കൂടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി. അപ്പൊ ഈ 50 ഓമും ഈ 30 ഓമും നേരെയാണ് അടുത്ത പടത്തിൽ വരാൻ പോകുന്നത്. നോക്കിക്കേ, കണ്ടോ, 50 ഓമും 30 ഓമും ചരിച്ച് വരയ്ക്കുന്നതിന് വരെ നേരെ വരച്ചു. പിന്നെ ആ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റി. അതാണ് 4 ആംപിയർ ഇൻ പാരലൽ വിത്ത് 5 ഓം. അപ്പൊ ഇനി നോക്കിക്കേ, ഈ 3 റെസിസ്റ്റൻസും പാരലൽ അല്ലേ, 3 അല്ല 4 റെസിസ്റ്റൻസ്. ഏതൊക്കെയാ, 30 ഓം, 50 ഓം, 5 ഓം, 6 ഓം. ഇതെല്ലാം പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനെ പാരലാക്കി കോമ്പിനേഷൻ ചെയ്തൂടെ, 30 പാരലൽ, 5 പാരലൽ, 50 പാരലൽ, 6. അതിന്റെ ആൻസർ കിട്ടും. പിന്നെ ഈ കറണ്ട് സോഴ്സ് രണ്ടും എന്താണ്, പാരലൽ കണക്ഷനാ, 3 ആംപിയറും 4 ആംപിയർ. അത് രണ്ടും എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാം. നോക്കിക്കേ,
ഇത് രണ്ടും പാരലൽ, ഇത് രണ്ട് പാരലൽ, ഇത് തമ്മില് പാരലൽ. അപ്പൊ 30 പാരലൽ, 50 പാരലൽ, 5 പാരലൽ, 6 ചെയ്യുമ്പോൾ ആൻസർ 2.38 കിട്ടും. ഇനി അടുത്ത എന്താണ്? ഇത് 3 ഓമും അതേപോലെ തന്നെ 3 ആംപിയറും 4 ആംപിയറും പാരലൽ ആയിട്ട് വരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 7 ആംപിയർ എന്ന് എഴുതാം. കണ്ടോ, 3 ആംപിയർ അതിനെ ആഡ് ചെയ്ത് 7 ആംപിയർ എന്ന് എഴുതാം. ഇത് നമ്മളെ പാരലൽ കോമ്പിനേഷന്റെ ആൻസർ 2.38. അപ്പൊ നമുക്ക് 7 ആംപിയർ പാരലൽ വിത്ത് 2.38. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വോൾട്ടേജ് സോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാനാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ വോൾട്ടേജ് സോഴ്സ് ആക്കുമ്പോൾ എന്ത് വരും? V is equal to I into R. അപ്പൊ 7 into 2.38 അതായിരിക്കും വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആ 2.38 റെസിസ്റ്റൻസ് വെക്കണം. അപ്പൊ ഇതാണ് അടുത്തൊരു പ്രോബ്ലം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതേപോലെയൊക്കെ തന്നെ ചെയ്യുന്നത്, പക്ഷെ എടുക്കുന്ന രീതി കുറച്ച് വ്യത്യാസം. അതായത് ഇതിനകത്ത് ഒരു സോഴ്സും വെറുതെ ഒരു സോഴ്സും റെസിസ്റ്റൻസും ആയിട്ട് റെഡ്യൂസ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ പവർ ഡെലിവേർഡ് ബൈ 50 വോൾട്ട് സോഴ്സ്. 50 വോൾട്ട് സോഴ്സിന്റെ പവർ ഡെലിവറി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 50 വോൾട്ട് ഇരിക്കുന്ന ബ്രാഞ്ച്, 50 വോൾട്ട് ഇരിക്കുന്ന ബ്രാഞ്ച് എന്തൊക്കെയുണ്ട്? ഒരു 50 വോൾട്ടും ഉണ്ട്, 5 ഓമിന്റെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. ആ ബ്രാഞ്ചിനെ നമ്മൾ അവസാനം വരെ അനക്കരുത്. ബാക്കിയുള്ള ബ്രാഞ്ചിന്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് സർക്യൂട്ടിനെ ചെറുതാക്കി കൊണ്ടുവരണം. ഈ 50 വോൾട്ട് അവിടെ തന്നെ ഇരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ചരിച്ചു വരച്ചേക്കുന്നതിനെല്ലാം നേരെ വരയ്ക്കാൻ പറ്റും ഇല്ലേ? ഈ 10 ആംപിയർ കറണ്ട് സോഴ്സിനെ ഇങ്ങനെ നേരെ വരയ്ക്കാം. ഈ 2 ഓമിനെയും എനിക്ക് നേരെ വരയ്ക്കാം. അപ്പൊ അത് രണ്ടും നേരെ വരച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ കൺവേർട്ട് ചെയ്ത് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റും. അപ്പൊ എന്താണ്? 10ഉം 3ഉം ആണ്. അപ്പൊ കറണ്ട് സോഴ്സ് ആകുമ്പോൾ 10/3 വരും, 3.33. നോക്കിക്കേ, 3.33 ആംപിയറും 3 ഓം പാരലൽ ആയിട്ട്. പിന്നെ ആ ചരിച്ചു വരച്ചിരുന്ന 10 ആംപിയറും 2 ആംപിയറും നേരെയാക്കി. അപ്പൊ നമുക്ക് ഇനി ഇതിൽ എങ്ങനെ കോമ്പിനേഷൻ നടത്താം? ഈ 2 ഓമും, ഇത് ആംപിയർ അല്ലേ, ഓം ആണേ, 2 ഓമും 3 ഓമും കൂടെ പാരലലി കണക്ട് ചെയ്ത് 2 പാരലൽ 3, 2 into 3/2 + 3 ചെയ്തൊരു ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഈ 10 ആംപിയറും 3.33 സെയിം ഡയറക്ഷൻ അല്ലേ, ആഡ് ചെയ്തൂടെ? അപ്പൊ 10 + 3.33 എന്ത് കിട്ടും? 13.33 കിട്ടും. അപ്പൊ അതാണ് എഴുതുന്നത്. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും ഇത് രണ്ടും, ഈ കറണ്ട് സോഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്ത് 13.33 ആക്കും. ഈ വോൾട്ടേജ് സോഴ്സ് രണ്ടും കൂടെ, ഈ റെസിസ്റ്റൻസ് രണ്ടും കൂടെ പാരലൽ കണക്ഷൻ ചെയ്തിട്ടുള്ള ആൻസറും ആവും. കണ്ടോ, ഇത് പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഈ വയലറ്റ് കളറിലുള്ള രണ്ടെണ്ണവും കൂടെ ആഡ് ചെയ്ത് 13.33 ആംപിയർ, ഈ പച്ച കളറിലുള്ള രണ്ടും കൂടെ പാരലൽ കോമ്പിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും 1.2 ഓം കിട്ടും. അതാണ് ഈ വരച്ചേക്കുന്നത്. 13.33ഉം 1.2 ഓമും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാല്, നമുക്ക് ഈ 50 ഓമിന് തൊടാൻ പാടില്ല, പക്ഷെ ഒറ്റ ലൂപ്പ് ആക്കുകയും വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എത്ര വരും? V is equal to I into R. അപ്പൊ 13.33 into 1.2 ആയിരിക്കും വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. ഇനി അതിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് വരയ്ക്കണം, വാല്യൂ 1.2 തന്നെ. ഇത് രണ്ടിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 13.33 into 1.2 16 വോൾട്ട് എന്ന് കിട്ടും. ഇനി ആ 1.2 സീരീസ് ആയിട്ട് തന്നെ വരും. ഇപ്പൊ ഒരു ഒറ്റ ലൂപ്പ് ആയില്ലേ? ഈ ഒറ്റ ലൂപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്തൂടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് എങ്ങനെയായിരിക്കും വരുന്നത്? കറണ്ട് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇല്ലേ? അപ്പൊ 50 ഉണ്ട് 16 ഉണ്ട്. അപ്പൊ 50 - 16 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 50 - 16 divided by total resistance 5 plus 1.2. 5 plus അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്?